ഹായ് ഫ്രണ്ട്സ്, മത്തായി വ്ളോഗിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒമാനിലെ വളരെ പ്രശസ്തമായ മത്ര ബീച്ചിൻ്റെ അല്ലെങ്കിൽ മത്ര പോർട്ടിൻ്റെ ഒക്കെ ഒരു സൈഡാണ്. ഇവിടെ ഈ ഡോൾഫിൻ വാച്ച് കാണാൻ പോകുന്ന ഒരു ഏരിയയാണ്. ബോട്ടുകൾ നിരന്ന് ബാക്ക് സൈഡിൽ കിടക്കണ കാണാം. ഇവിടെ നിന്നാണ് പോകുന്നത്. ഏകദേശം 2-2.5 മണിക്കൂറിൻ്റെ ഒരു യാത്രയാണ് അപ്പം ഉണ്ടാവും. ആ ഒരു ഏരിയ ഉണ്ട്, ഡോൾഫിൻ വന്ന് ചാടി മറിഞ്ഞ് നടക്കുന്ന ഒരു ഏരിയ. ഒരുപാട് ബോട്ടുകൾ, ഈ കാണുന്ന ബോട്ടുകൾ മുഴുവൻ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പം ഞങ്ങളുടെ യാത്ര ഇന്നത്തെ ഈ ഡോൾഫിൻ വാച്ച് ജമ്പ് ചെയ്യുന്നതും നടക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഇത് ഒമാനിലെ വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ്. ഇവിടെയാണത് വളരെ പേര് കേട്ട ഒരു സ്ഥലം. ഒരുപാട് ടൂറിസ്റ്റുകളും അതുപോലെ ലോക്കൽ ആളുകളൊക്കെ വന്ന് ഇവിടെ കണ്ടുപോകുന്നൊരു സ്ഥലമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പുരാതന കാലം തൊട്ട് ഇവിടെ ഡോൾഫിൻ്റെ ഒരു അവൈലബിലിറ്റി ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ആ യാത്രയിലേക്കാണ് പോകുന്നത്. തന്നെയുമല്ല, ഇതിൻ്റെ കടൽ തീരത്തോടെയുള്ള ഒരു മനോഹരമായ യാത്രയുണ്ട്. അത് ഇതിൽ എടുത്തു പറയേണ്ടതാണ്. കുറേ ഹോട്ടലുകളും കൊച്ചു കൊച്ചു ബീച്ചുകളും, ഈ ഹോട്ടലിനോടനുബന്ധിച്ചുള്ള കൊച്ചു കൊച്ചു ബീച്ചുകളും അതുപോലെ കേവിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ബോട്ട് പോകുന്നതും ഒക്കെ മനോഹരമായൊരു ചെറിയ യാത്ര. അപ്പോൾ നമുക്ക് ബാക്കി ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ആട്ടി വിട്ടേക്കുക. കാരണം എന്നാലാണ് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഒമാൻ്റെ മർമ്മപ്രധാനമായ ഒരു സ്ഥലമാണ് മത്ര ഏരിയ. അവിടെ ഉയർത്തി നിൽക്കുന്ന ഒരു ഗേറ്റ് ആ റോഡിൻ്റെ സവിശേഷതയും ഭംഗിയൊക്കെ കുറിക്കുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. മത്ര എന്നുള്ളത് ഒരു പഴയ റോഡാണ്, അല്ലെങ്കിൽ പഴയ സ്ഥലമാണ്. മസ്കറ്റിലെ ഒരു ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. ഹൃദയഭാഗത്ത് കൂടെ കടലിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി പോകുന്ന ഒരു റോഡ്. പാറക്കെട്ടുകളെയൊക്കെ ഇടിച്ച് നിരപ്പാക്കി ഉണ്ടാക്കിയിരിക്കുന്ന റോഡാണ്. നമുക്ക് ആ സൈഡിൽ നോക്കി കാണാം. വലിയ കൂറ്റൻ പർവ്വത നിരകളെയൊക്കെ വെട്ടി നിരപ്പാക്കി റോഡുണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ സൈഡിലൊക്കെ പൂക്കളും ചെടികളും ഈത്തപ്പനകളൊക്കെ വളരെ മനോഹരമായി അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. ഏതൊരാളും ഇതിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു വളരെ ഭംഗിയുള്ള, അല്ലെങ്കിൽ മനസ്സിനൊരു കുളിർ അണിയിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ അനുസരിച്ചുള്ള ട്രാഫിക് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ പ്ലാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, സൈൻ ബോർഡുകൾ, ലൈനൊക്കെ വരച്ച് കൃത്യമായി വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈൻ ബോർഡുകളും, വണ്ടി പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഒരു വണ്ടി പാർക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് മറ്റുള്ള വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി പുറത്തേക്ക് പോകാനുള്ള സേഫ്റ്റി സംവിധാനങ്ങൾ, ഇതൊക്കെ സത്യത്തിൽ നാം കണ്ടു പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ വരുന്ന ആളുകളൊക്കെ നമ്മുടെ മന്ത്രി വൃന്ദങ്ങൾ അല്ലെങ്കിൽ ഭരണവർഗങ്ങളൊക്കെ ഇത് നാട് ചുറ്റാൻ പോകുമ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ ചെയ്യണമെന്നല്ല, നമ്മുടെ നാടിന് അനുയോജ്യമായ രീതിയിൽ ഈ കാര്യങ്ങളെയൊക്കെ അഡാപ്റ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. എത്ര മനോഹരമായൊരു യാത്രയാണ് ഇവിടെ എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഒരു വേസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ടൗണിൻ്റെ ചങ്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഹൃദയഭാഗത്തു കൂടിയുള്ള യാത്ര അതിമനോഹരമാണ്. പകലില്ലാതെ വിദേശിക്കും സ്വദേശിക്കും എല്ലാം വളരെ സ്വാതന്ത്ര്യത്തോടെ സത്യസന്ധമായിട്ടൊക്കെ യാത്ര ചെയ്യാം. ലോകസഞ്ചാരികൾ, ബൈക്ക് യാത്രക്കാരൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊച്ചു കൊച്ചു മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്, പൊതുവെ ചൂട് കുറഞ്ഞ, ഗൾഫിലേറ്റവും ചൂട് കുറഞ്ഞൊരു സ്ഥലമാണ് ഒമാൻ. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ ടൂറിസ്റ്റുകളും ഫാമിലികളൊക്കെ ഒത്തുകൂടുന്നത് സർവ്വസാധാരണമാണ്. എന്തായാലും ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്തു കൂടെയുള്ള യാത്ര എന്തുകൊണ്ട് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ടതായ നമ്മുടെ ഡോൾഫിൻ വാച്ചിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അവിടെ മനോഹരമായിട്ട് അവരുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ കടലിൽ നിന്ന് ഒരു കോഫർ ഡാം ഉണ്ടാക്കി, ഒരു ബോട്ട് ജെട്ടി സെപ്പറേറ്റ് ചെയ്തുണ്ടാക്കി വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ബോട്ടുകളൊക്കെ സ്റ്റേ ചെയ്യുന്നത്. ഒക്കെ പുതിയ ബോട്ടുകളാണ്. എന്തുകൊണ്ടും ഭയങ്കര അറേഞ്ച്ഡാണ്. സേഫ്റ്റിക്കെല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കരയിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഫ്ലോട്ടിംഗ് റാമ്പുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒക്കെ പുതിയ ബോട്ടുകൾ. ഇവിടെ ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ കിടക്കണ കണ്ടിട്ട് തന്നെ ഒരു 10-200 ബോട്ടുകൾ ഇവിടെ കിടക്കുന്നുണ്ട്.
ഞങ്ങൾക്ക് ഉള്ള ബോട്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ റാമ്പിൽ കൂടെ, ആ ഫ്ലോട്ടിംഗ് റാമ്പിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കട്ടെ, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോക്ക് എന്ന്. ഏകദേശം ഒരു 30 ആളുകളും ഓരോ ബോട്ടുകളും നിറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 8 റിയാലാണ്, ഒമാൻ റിയാൽ 8 റിയാലാണ് ഇവിടെ ഒരു സർവീസ്. 2 മണിക്കൂറാണ് ഏകദേശം. ഞങ്ങളുടെ ബോട്ടാണിത്, പുതിയ ബോട്ടാണ്. ഏകദേശം ഒരു 30 പേർക്കെങ്കിലും യാത്ര ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളെന്തായാലും ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യാൻ തയ്യാറല്ല. എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വീഡിയോസൊക്കെ പിടിക്കാനുള്ള കാരണമുണ്ട് യാത്ര. എൻ്റെ സുഹൃത്ത് സിനു, നമ്മുടെ ടൈറ്റാനിക് സിനിമയിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന മാതിരി ഒരു ജർമ്മൻകാരിയെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അവരുമൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മൾ പോകാനുള്ള ബോട്ട് റെഡിയാണ്. ഓക്കെ, ഇതിലാണ് ഞങ്ങൾ പോകണം. ഞാനും എൻ്റെ സുഹൃത്ത് സിനുവും കൂടെ യാത്ര. ബാക്കി കടലിൽ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയുണ്ട് നോക്കട്ടെ, പുതിയ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഡോൾഫിൻ ചാടുമോ, മറിയോ, അറിയാണ്ടിരിക്കുമോ, എന്താണ് സിറ്റുവേഷൻ അറിയില്ല. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഏകദേശം ഒരു 10-30 പേരോളം ഈ യാത്രയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മലയാളികളായിട്ട് ഞാനും എൻ്റെ സുഹൃത്തും സിനുവും മാത്രമേ ഉള്ളൂ, ബാക്കി വിദേശീയരാണ്. അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് യാത്ര ചെയ്യാണ്. ബാക്കി കാഴ്ചകളൊക്കെ പോകുന്ന പേര് കാണിച്ചു തരാം. After see the dolphin, some people from front area also possible to take picture something. But the dolphin also not giving 100% guarantee. This is natural dolphin. I drive best. Okay, have a nice day. ഞങ്ങളുടെ ബോട്ട് ഓപ്പറേറ്റർ ഞങ്ങൾക്ക് വേണ്ട സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നീടാണ് മനസ്സിലാവുന്ന ആള് ഒരു തമിഴ്നാട്ടുകാരനാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു കൂട്ടുകാരനും കൂടെ അവിടെ കിട്ടി. അങ്ങനെ ഞങ്ങളുടെ യാത്ര, മനോഹരമായ യാത്ര, കടലിൻ്റെ ഉള്ളിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ അടുത്ത് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ എങ്കിലും ഉള്ളിലേക്ക്, കടലിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഡോൾഫിൻ്റെ ചെറിയ രീതിയിലുള്ള ഡോൾഫിനൊക്കെ കാണാൻ തുടങ്ങി. വളരെ ഹൈറ്റിൽ 1-2 ഡോൾഫിൻസ് ചാടുന്നു. ഇതിനേക്കാളും ഹൈറ്റിൽ ചാടും എന്നാണ് അറിഞ്ഞത്. പക്ഷെ ഞങ്ങൾ വന്ന സമയം വൈകിപ്പോയി. ഇപ്പോൾ ഡോൾഫിൻ വാച്ചിങ് കാണാൻ വരുന്നവർ അതിരാവിലെ ഏറ്റവും കുറഞ്ഞൊരു 7 മണിക്കെങ്കിലും ഇവിടെ വന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഡോൾഫിനൊക്കെ ഏകദേശം 2-3 മീറ്ററൊക്കെ മുകളിലേക്ക് എടുത്ത് ചാടും. 10-25 കിലോ ഒക്കെ 30 കിലോ ഒക്കെ വരുന്ന അത്രയും വെയിറ്റുള്ള ഡോൾഫിൻ ഒക്കെയാണ്. അതായത് ചാടിക്കളിച്ച് തുള്ളിക്കളിച്ച് ഇങ്ങനെ നടക്കുകയാണ് കടലിൻ്റെ ഉള്ളിൽ കൂടെ. തിരയടിക്കുന്നത് പോലെയാണ് ഡോൾഫിൻ ചാടി നടക്കുന്നതൊക്കെ കാണാം. അപ്പോൾ മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം. ഈ മനോഹരമായ കടൽ കാണുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ നോട്ടം എത്താത്ത രീതിയിൽ പരന്നിങ്ങനെ വിശാലമായി കിടക്കണ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതുപോലെ ഭൂമിയുടെ ഏകദേശം 70-71% കടലാണ് എന്ന് നമുക്ക് അറിയാം. എന്തായാലും എന്ത് മനോഹരമായിട്ടാണ് തുള്ളിക്കളിച്ച് ഡോൾഫിൻ നടക്കണേ എന്ന് നോക്കിക്കേ. ഒന്നുമല്ല, ഭയങ്കര ഹൈറ്റിൽ ചാടും എന്നാണ് അറിഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഈ ചെറിയ ചാട്ടങ്ങളാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിങ്ങനെ നിരനിരയായിട്ട് ആണ് ചാടിക്കുളി നടക്കുന്നത്. ഒരുപാട് ബോട്ടുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അടിപൊളി പൊളിച്ചടുക്കാണ്. എന്തായാലും സത്യത്തിൽ ഇത് നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൂട്ടി പോവുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും. ഒരുപാട് ബോട്ടുകൾ ചുറ്റും ഇത് കാണാൻ വേണ്ടിയിട്ട് ഉണ്ട്. ഒരു വലിയൊരു ഏരിയ ആണ്. പ്രത്യേകിച്ച് വരുന്നവർ രാവിലെ വന്നാൽ നന്നായിരിക്കും. അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് ചാടി കളിച്ച് നടക്കുന്നത്. ഏകദേശം കണ്ടിട്ട് ഒരു 30 കിലോളൊക്കെ വെയിറ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കിട്ടുന്നുണ്ട്, സ്നാക്സും വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ് ഇതൊക്കെ. എന്തായാലും ഓക്കെ, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വീഡിയോസിലൊന്നും അധികം ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ഡോൾഫിനെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് എന്തായാലും. അടിപൊളി. എന്തായാലും ഈ ഉൾക്കടലിൽ അങ്ങനെ അധികം കണ്ടമാനം തിരയില്ല.
സൈഡിലുള്ളതുപോലെ തിര കുറവാണ്, പക്ഷെ എന്നാലും ബോട്ട് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. 100 കണക്കിന് ഡോൾഫിൻസാണ് തുള്ളി കളിച്ച് നടക്കണത്. പക്ഷെ ഒരു ഹൈ ലെവലിലേക്ക് ചാടുന്നില്ല. അത് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണ്. ഒരു 6 മണി 6:30 7 മണിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മുകളിലേക്ക് ചാടുമെന്നാണ് നമുക്ക് ഈ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ പറഞ്ഞു തന്നത്. എന്തായാലും ഞങ്ങൾ തൽക്കാലം ഞങ്ങളുടെ ബോട്ട് ഇവിടുത്തെ കടലിൻ്റെ ഉള്ളിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ഡോൾഫിൻ വാച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കുകയാണ്. ഇവിടുന്ന് കടലിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്രയാണ് എടുത്തു പറയുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു കടൽ തീരത്തൊന്നും ഒമാനിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒമാൻ എന്ന് തന്നെയല്ല, പ്രത്യേകിച്ച് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സീഷോറിൽ ഒരു അറേഞ്ച്മെൻറ്റ്സ് വളരെ കുറവാണ്. കടലിന് ചേർന്ന് അല്ലെങ്കിൽ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വലിയ വലിയ ഹോട്ടലുകളും പാർക്കിംഗ് സൗകര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഓരോ ഹോട്ടലുകാർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള ബോട്ട് സർവീസുകളും അവർക്ക് വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഓരോ ഹോട്ടലുകൾ, ഇൻ്റർനാഷണൽ ഹോട്ടലുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സ്കൈ ജെറ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകത കൂറ്റൻ മലകളാണ് ഒരു സൈഡിൽ. ആ മലകളിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു പാർട്ടാണ് ഇവിടെയൊക്കെ കാണുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ ഈത്തപ്പനകളും ചെടികളും പൂന്തോട്ടവും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഹോട്ടലുകളും. ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെയൊക്കെ. സാധാരണക്കാർക്കൊന്നും ഈ ഹോട്ടലിൽ പോയി തങ്ങാനോ എൻജോയ് ചെയ്യാനോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും അതിന് ചെറിയ കോഫർ ഡാമുകളൊക്കെ കെട്ടി തിരിച്ച് കടലൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായി എടുത്തു പറയേണ്ട മറ്റൊരു ചെറിയൊരു രസകരമായൊരു കാര്യമാണിത്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറക്കെട്ടിൻ്റെ ഒരു പോർഷൻ, ഒരു റാമ്പിന് ചുറ്റും കടലാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കേവ്, ഒരു ഗുഹ. ഈ ഗുഹയിൽ കൂടെ ബോട്ടുകൾ കടന്നു പോകുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റ് ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടെ വരുന്നവരുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സഞ്ചാരപാതയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നൊരു സംവിധാനം. പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും കുറേ ഇംഗ്ലീഷ് സിനിമകളും അറബിക് സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഈ ഓപ്പണിങ്ങിൻ്റെ ഏരിയയിലൊക്കെ ആ വെള്ളത്തിൻ്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ, എന്ത് രസമാണ് വെള്ളമൊക്കെ. ഇഷ്ടംപോലെ മീനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ മീൻ കാണാൻ പറ്റുന്നില്ല, എങ്കിലും ഒരുപാട് മീനൊക്കെ ഉണ്ട്. ഇപ്പം ഇടിഞ്ഞ് താഴെ പോരും എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഇവിടെ തോന്നും. പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാറയാണ്. കാരണം ഇത് ഒരു ടൈം ടു ടൈമൊക്കെ ഇവിടെ അതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. നമ്മൾ ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വനപ്രദേശത്തൊക്കെ നടക്കുന്ന പോലെയുള്ള പടുകൂറ്റൻ മലകളൊക്കെയാണ് സൈഡിൽ. എന്തായാലും ഒരു അടിപൊളി ട്രിപ്പാണ് ഡോൾഫിൻ വാച്ച്. ഒരു സംശയമില്ലാത്ത രീതിയിൽ എനിക്ക് പറയാൻ കഴിയും. കടലിൻ്റെ നടുക്ക് തന്നെ നമ്മുടെ വിവേകാനന്ദ പാറയൊക്കെ ഉയർന്നു നിൽക്കുന്ന പോലെ ഒരു ചെറിയ ഒരു പാറ കെട്ട്, ചുറ്റും വെള്ളം. ഇവിടെ വന്ന് ബോട്ട് നിർത്തി ചില ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അതിന് ചുറ്റുമൊക്കെ റൗണ്ടൊക്കെ നടന്നിട്ട് പോകും. ഇവിടെ എന്തായാലും ഇപ്പോൾ ആളുകളൊന്നും കാണാനില്ല. അപ്പോൾ ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യാൻ കുട്ടികളെയൊക്കെ കൂട്ടി വന്ന് കടൽ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് ഡോൾഫിൻ വാച്ചൊക്കെ കണ്ട് ഒന്ന് അടിപൊളിയാക്കാൻ കഴിയുന്ന ഒരു യാത്രയാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ കാണാത്തവരും വരാത്തവരും ഉണ്ടെങ്കിൽ വരിക, എൻജോയ് ചെയ്യുക. ഞങ്ങളുടെ ഈ മനോഹര യാത്രയുടെ ഒരു അന്ത്യം കുറിക്കാൻ പോവുകയാണ്. ഏകദേശം ഞങ്ങളുടെ ഫൈനൽ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. സെപ്പറേറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോട്ട് ജെട്ടി അവിടേക്ക് എത്തി. എല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ബോട്ടിലുള്ളത്. കാരണം എന്തോ ഒരു വലിയ കാര്യം അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു മനസ്സിലുള്ളൊരു സന്തോഷമുണ്ട്. അത് തന്നെ ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഞാനും എൻ്റെ സുഹൃത്തും ഡോൾഫിൻ വാച്ച് കാണാൻ പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും നടക്കാതെ പോയ ആഗ്രഹം ഞങ്ങൾ ഇവിടെ സഫലമാക്കി കഴിഞ്ഞു. വലിയ ഡോൾഫിൻ ചാട്ടമൊന്നും കണ്ടില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ടു. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ബോട്ട് ജെട്ടിയിലെത്തി. വളരെ മനോഹരം, തീർത്തും വളരെ രസകരം.
ഡോൾഫിനെ കാണാൻ പറ്റിയെങ്കിലും അധികം മുകളിലേക്ക് ചാടിയ വീഡിയോസ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ കടലിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്ര എന്തുകൊണ്ടും വളരെ മനോഹരമായിരുന്നു. ഒരു പ്രത്യേക അനുഭവം. നമ്മൾ കരയിലൊക്കെ കിടന്നിട്ടുള്ള കളിയല്ലായിരുന്നോ? അപ്പോൾ ഈ പ്രാവശ്യം കടലിൻ്റെ ഉള്ളിലെ മനോഹരമായ കാഴ്ചകൾ, അതും പ്രത്യേകിച്ച് ഒമാൻ കടൽ തീരത്തിൻ്റെ സൈഡിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ്. ഒമാൻ കടൽ തീരത്തെ മനോഹരമായ യാത്രകളും അതുപോലെ തന്നെ കടലിൽ തുള്ളിക്കളിച്ച് നടക്കുന്ന ഡോൾഫിൻ്റെ മനോഹരമായ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതെന്തുകൊണ്ടൊരു വ്യത്യസ്ത അനുഭവമാണ്, വ്യത്യസ്ത യാത്രയായിരുന്നു. നിങ്ങൾക്കും വന്ന് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരടിപൊളി ട്രിപ്പായിരിക്കും ഇതെന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ തൽക്കാലം എൻ്റെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. അതുപോലെ തന്നെ ഒരു പുതുപുത്തൻ വീഡിയോ ആയി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ കാണാത്തവർക്ക് ഷെയർ ചെയ്യുക.